മൊബൈൽ ഫോണൊക്കെ വ്യാപകമാകുന്നതിന് മുമ്പ് ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന അല്പം പഴയ ടെക്നോളജി ഉപയോഗിക്കുന്ന സൗകര്യം കുറഞ്ഞ ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ അത്ര പരിചിതമല്ലാത്ത പേജർ. ഇന്റർനെറ്റും മറ്റ് സാങ്കേതിക വിദ്യകളുമൊക്കെ ഇത്രമേൽ വികസിച്ചിട്ടും ഈ പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാകാത്ത സങ്കീർണമായ ഭൂപ്രദേശങ്ങളിൽ ഇത്തരം ഉപകരണങ്ങൾ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിനും ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഉപകരണങ്ങളുടെ ഒരു പ്രത്യേകത, ആധുനിക ലോകത്ത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളുടെ അത്ര കണക്ടിവിറ്റി ഇതിനില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അങ്ങനെ ട്രാക്ക് ചെയ്യപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് തീവ്രവാദ സംഘടനകൾ, രഹസ്യാന്വേഷണ സംഘടനകൾ, അല്ലെങ്കിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഇവരൊക്കെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം ലബനാനിൽ ഹിസ്ബുള്ള നേതാക്കളും പ്രവർത്തകരും ഉപയോഗിക്കുന്ന 3000-ഓളം പേജറുകളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത്. ഈ പേജറുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു കേന്ദ്രത്തിൽ നിന്ന് പേജറുകൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും കൂടി ഒരൊറ്റ സന്ദേശം നൽകാൻ കഴിയും എന്നത് മാത്രമാണ്. ഇന്റർനെറ്റോ മറ്റ് കണക്ടിവിറ്റികളോ ഒന്നും ഇതിനില്ല. റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന ഒരു മെസ്സേജ് വായിക്കാമെന്നല്ലാതെ തിരിച്ച് മെസ്സേജ് അയക്കാനോ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾക്കോ ഇതുകൊണ്ട് കഴിയില്ല. ട്രാക്ക് ചെയ്യാനോ ഹാക്ക് ചെയ്യാനോ പറ്റുന്ന എല്ലാ സാധ്യതകളും അടക്കാൻ വേണ്ടി മാത്രമാണ് മിലിറ്റന്റ് ഗ്രൂപ്പുകൾ മൊബൈൽ ഫോണുകളൊക്കെ ഒഴിവാക്കി ഇത്തരം ഡിവൈസുകൾ ഉപയോഗിക്കുന്നത് തന്നെ. എന്നിട്ടും ഒരേ സമയം ഇത്രയധികം ആളുകളുടെ പേജറുകൾ ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്നു. പേജർ വഴി ആക്രമണമുണ്ടായതിന്റെ ഞെട്ടൽ മാറുന്നതിന്റെ മുമ്പ് തന്നെ അതേ ലബനാനിൽ വാക്കി ടോക്കികളും പൊട്ടിത്തെറിക്കുന്നു. മൊസാദാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും മൊസാദ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒരു പ്രധാന ചോദ്യം, പുറം ലോകത്തേക്ക് വാതിലുകളില്ലാത്ത ഈ ചെറിയ പഴയ ഡിവൈസുകൾ പോലും ഹാക്ക് ചെയ്യപ്പെടുകയും പൊട്ടിത്തെറിപ്പിച്ച് ഒരേ സമയം സ്ഫോടനമുണ്ടാക്കുകയും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനൂതന നെറ്റ്വർക്ക് കണക്ഷനുകളിൽ ജീവിക്കുന്ന നമ്മളുടെയൊക്കെ ഉപകരണങ്ങൾ എത്ര കണ്ട് സുരക്ഷിതമാണ്? സ്മാർട്ട് ഫോണുകൾ, സ്മാർട്ട് വാച്ചുകൾ, സ്മാർട്ട് ടിവികൾ, ഇതൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുള്ള വാർത്തകൾ അപൂർവമായി നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അതെല്ലാം നിർമ്മാണത്തിലുണ്ടാകുന്ന പിഴവുകൾ കാരണമൊക്കെയാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സോഫ്റ്റ്വെയറുകളോ കണക്ഷൻ സാധ്യമാക്കുന്ന തരംഗങ്ങളോ ഹാക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി ചൂടാക്കാനുള്ള നിർദ്ദേശം കൊടുത്ത് പൊട്ടിത്തെറിപ്പിക്കുന്ന വൻ നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ടെക് വാർ സാധ്യമാണ് എന്നാണ് ഈ ആക്രമണത്തിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. ആക്രമിക്കപ്പെട്ട പേജറുകളിലും നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണുകളിലും ഒക്കെ ഉപയോഗിക്കുന്നത് ഉയർന്ന ഊർജ്ജ സാന്ദ്രതയുള്ള ഒരേ ലിഥിയം അയൺ ബാറ്ററികളാണ്. ഒരു ഹാക്കിങ്ങും കൂടാതെ തന്നെ ഉപയോഗത്തിലോ നിർമ്മാണത്തിലോ വരുന്ന ചെറിയ പിഴവുകൾ കൊണ്ട് നമ്മുടെ സ്മാർട്ട് ഉപകരണങ്ങൾ പൊട്ടിത്തെറിക്കാനും അപകടമുണ്ടാക്കാനും തീപിടുത്തമുണ്ടാക്കാനും പരിക്കേൽപ്പിക്കാനും എല്ലാം സാധ്യതകളുണ്ട്. അപ്പോൾ പിന്നെ വിശാലമായ നെറ്റ്വർക്കിങ്ങിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഉപകരണങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി വിചാരിച്ചാൽ തന്നെ ഹാക്ക് ചെയ്ത് പൊട്ടിത്തെറിപ്പിക്കാൻ എത്ര എളുപ്പമായിരിക്കും? ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ പേജറുകളിൽ നിർമ്മാണ സമയത്തോ അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നതിന്റെ ഇടയിൽ എപ്പോഴോ പൊട്ടിത്തെറിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഇസ്രായേൽ ഒളിപ്പിച്ചതാകാം എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട വാക്കി ടോക്കികളും ഇതേപോലെ തന്നെ ഒരേ സമയം പൊട്ടിത്തെറിച്ചതോടെ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന സംശയം തന്നെയാണ് ബലപ്പെടുന്നത്. ഒരർത്ഥത്തിൽ ഇതേ ആക്രമണ ഭീഷണിക്ക് മുമ്പിലാണ് സ്മാർട്ട് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന നമ്മൾ എല്ലാവരും ഉള്ളത്. വിദൂരത്തിരുന്ന് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുന്ന അവസരങ്ങളും ഇന്ന് ഒരുപാട് കൂടുതലാണ്. എന്നാലും പേജറുകളെ പോലെ ബാറ്ററിയുടെ ചൂട് കൂട്ടി പൊട്ടിത്തെറിപ്പിക്കാൻ ഒരു ഹാക്കർ അങ്ങ് ശ്രമിക്കുമ്പോഴേക്ക് സ്ഫോടനം ഉണ്ടാകാൻ മാത്രം ലളിതമൊന്നുമല്ല നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപകരണങ്ങൾ. പഴയ സാങ്കേതിക വിദ്യകളെക്കാൾ പുതിയ തരം വെല്ലുവിളികളെ നേരിടാനൊക്കെ ഒട്ടനവധി സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മുടെ സ്മാർട്ട് ഉപകരണങ്ങളിലുണ്ട്. എങ്കിലും നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പോലും ബോംബായി മാറാനുള്ള എല്ലാ സാധ്യതകളുമുള്ള കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടായേ പറ്റൂ.